മർദ്ദിതൻ്റെ പ്രാർത്ഥന വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയാണ് അവൻ അള്ളാഹുവിനോട് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ പലതും സ്വീകരിക്കപ്പെടാറില്ല. സ്വീകരിക്കപ്പെടാതിരിക്കാൻ പ്രധാനമായ കാരണം അതിൻ്റെ നിബന്ധനകൾ പലതും പാലിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് ചോദിക്കുന്ന കാര്യം മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് പറയുക എന്നത്. മർദ്ദിതനായ മനുഷ്യൻ സാമ്പത്തികമായോ ശാരീരികമായോ ഉപദ്രവിക്കപ്പെടുമ്പോൾ അദ്ദേഹം മനം നൊന്തുകൊണ്ട് തന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത ഘട്ടത്തിൽ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ടാണ് കാര്യം ബോധിപ്പിക്കുന്നത്. പടച്ചവനെ, നീ മാത്രമാണ് എന്നെ സഹായിക്കാനുള്ളത്, ഇവരെന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന ആ ഉള്ളിൽ നിന്നുള്ള വിളി, അത് വളരെയധികം അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടാൻ സാധ്യതയേറിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇയ്യാക വ ദഅവത്തൽ മദ്ലൂം, മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഫഇന്നമാ യസ്അലുല്ലാഹ ഹഖ്ഖഹു, തീർച്ചയായും അവൻ്റെ അവകാശമാണ് റബ്ബ് തആലയോട് ചോദിക്കുന്നത്. അള്ളാഹുവാണെങ്കിൽ ആര് അവകാശം ചോദിച്ചാൽ ആ അവകാശത്തെ തടഞ്ഞു വെക്കുന്നവനല്ല. വ ഇന്നല്ലാഹ ലാ യംനഉ ദാ ഹഖ്ഖിൻ ഹഖ്ഖഹു, അവകാശപ്പെട്ടവർക്ക് അവകാശത്തെ അള്ളാഹു തആല തടഞ്ഞു വെക്കുകയില്ല. ഏതൊരാൾക്കും സ്വൈരമായി ജീവിക്കാനുള്ള അവകാശം അള്ളാഹു തആല നൽകിയതാണ്. ആ സ്വൈര ജീവിതത്തിന് തടസ്സമാകത്തക്ക രീതിയിൽ തന്നെ ശാരീരികമായോ മറ്റോ ഒരാൾ ഉപദ്രവിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവൻ ആ കാര്യം പറയുമ്പോൾ അള്ളാഹു തആല അവൻ്റെ ചോദ്യം കേട്ടേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു ഹദീസിലൂടെ പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന, 3 പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഏതാണ് ഈ 3 പ്രാർത്ഥനകളെന്നോ? ആ 3 പ്രാർത്ഥനകളുടെയും പ്രത്യേകത പരിശോധിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ പ്രാർത്ഥന വരുന്നത് എന്നാണ് അതിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ദഅവത്തുൽ വാലിദ്, പിതാവ് തൻ്റെ മകന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. മകന് വേണ്ടി അനുകൂലമായി തൻ്റെ മകൻ ഉയരണം, അദ്ദേഹത്തിന് എല്ലാ അഭിവൃദ്ധിയും കിട്ടണമെന്ന് പിതാവ് മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായ മനസ്സ് ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പിതാവ് മകന് എതിരെ ദുആ ചെയ്യുകയാണെങ്കിലും ആ ദുആവും വളരെയധികം അടിത്തട്ടിൽ നിന്നുള്ള ദുആയായിരിക്കും. ഇക്കാലമത്രയും പോറ്റി വളർത്തിയതായ മകൻ ഈ സമയത്ത് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ എന്ന ചിന്തയിൽ നിന്ന് ആ പിതാവ് മകനെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയുള്ള പ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഈ ഹദീസിൽ ദഅവത്തുൽ വാലിദ്, പിതാവിൻ്റെ പ്രാർത്ഥനയെയാണ് എടുത്തു പറഞ്ഞത്, മാതാവിൻ്റെ പ്രാർത്ഥനയെ എടുത്തു പറഞ്ഞിട്ടില്ല. സത്യത്തിൽ പിതാവിനേക്കാളും കടപ്പാടുകൾ കൂടുതൽ മാതാവിനോടാണല്ലോ. പിതാവിൻ്റെ പ്രാർത്ഥന തന്നെ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിൽ മാതാവിൻ്റെ പ്രാർത്ഥന അതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളതാണ് സ്വീകരിക്കപ്പെടാൻ. അതുകൊണ്ടാണ് മാതാവിൻ്റെ കാര്യം പ്രത്യേകമായി ഊന്നി പറയാതിരുന്നത് എന്ന് ഹദീസ് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഉത്തരം കിട്ടുന്ന രണ്ടാമത്തെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മുസാഫിറിൻ്റെ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. യാത്രക്കാരനും വീടും നാടും കുടുംബവുമെല്ലാം വിട്ടേച്ചുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ ഏകാന്തനാണ് എന്ന ചിന്തയിൽ നിന്ന് സർവസ്വവും അല്ലാഹു തആലാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയും സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ പ്രാർത്ഥന വദഅവത്തുൽ മദ്ലൂം, മർദ്ദിതൻ്റെ പ്രാർത്ഥനയാണ്. ഈ 3 പ്രാർത്ഥനയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയായതുകൊണ്ടാണ് അത് സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. മറ്റൊരു ഹദീസിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. വഇൻ കാന കാഫിറ, അവൻ അവിശ്വാസിയാണെങ്കിൽ പോലും. മർദ്ദിക്കപ്പെട്ട മനുഷ്യൻ അവൻ അവിശ്വാസിയാണ്, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവനാണ്, അല്ലെങ്കിൽ അള്ളാഹു തആല അംഗീകരിക്കാൻ പറഞ്ഞ പല കാര്യങ്ങളെയും അംഗീകരിക്കാത്തവനാണ്. അങ്ങനെയുള്ള അവിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹം മർദ്ദിക്കപ്പെടുമ്പോൾ അയാളെ ഉള്ളിൽ നിന്ന് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന അതും സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഫഇന്നഹു ലൈസ ബൈനഹ വ ബൈനല്ലാഹി ഹിജാബ്,
ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ വേറെ മറകളില്ല. പെട്ടെന്ന് അള്ളാഹുവിലേക്ക് ആ പ്രാർത്ഥന എത്തുകയും അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യുമെന്നാണ് ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഏറ്റവും പ്രധാന ഘടകമായ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കുക എന്ന ആ ഗുണം ഏറ്റവും അധികം പ്രകടമായി നിൽക്കുന്ന മർദ്ദിതൻ്റെ പ്രാർത്ഥന അള്ളാഹു തആല പെട്ടെന്ന് സ്വീകരിച്ചേക്കും. അതുകൊണ്ട് തന്നെ മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണമെന്നും ആരെയും മർദ്ദിക്കരുത് എന്നും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസുകളിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്.